ഹലോ വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നൈറ്റ് പാൻറ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബോട്ടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള വശം മടക്കി അടിക്കുക എന്നുള്ളതാണ്. താഴെ നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ 3 ഇഞ്ചിൻ്റെ അവിടെ ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ 3 ഇഞ്ചിൻ്റെ അവിടെ വെച്ചിട്ടാണ് അകത്തേക്ക് മടക്കേണ്ടത് കേട്ടോ. അപ്പം നല്ല വശത്തേക്കല്ല, ചീത്ത വശത്തേക്കാണ് മടക്കേണ്ടത്. അവിടെ വെച്ചൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തിട്ട് ആ താഴത്തെ വശത്തിൻ്റെ ആ തുമ്പ് ആ മടക്കിയ അവിടേക്ക് ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ അയൺ ചെയ്യുക. അതായത് 1.5 ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മടക്കിയ ആ മടക്കില്ലേ, അതിൻ്റെ അവിടെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്റ്റിച്ചിങ് ഒരേപോലെ തന്നെ പോകാനായിട്ട് നോക്കുക. സൂചി നോക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ലെഫ്റ്റിലെയും റൈറ്റിലെയും പീസിൻ്റെ താഴെ വശം മടക്കി അടിക്കുക. ഇനി ചെയ്യേണ്ടത് ആ ക്ലോത്ത് ഒന്ന് നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗം വരുന്നില്ലേ, അവിടെ ഒന്ന് ഇപ്പോൾ ഈ കാണുന്ന വശം പോലെ അവിടെ ഒന്ന് ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ 1/4 ഇഞ്ച് പോയിൻറ്റ് 1, 1/2 ഇഞ്ചിൽ കൂടരുത്, 1/4 ഇഞ്ച് പോയിൻറ്റ് 1 വരുന്ന രീതിയിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പോലെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൂടെ അടിക്കുക. ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ഇടുക. അതായത് 2 സൈഡിലും ക്രോച്ചിൻ്റെ ഭാഗം തയ്ച്ചിട്ടാണ് നമ്മൾ അതിനെ നിവർത്തിയിട്ടിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. പലാസോ പാൻറ്റിൻ്റെയും സിഗരറ്റ് പാൻറ്റിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അതിനെ ഒന്ന് നിവർത്തിയിട്ട് ആ ഓരോ കാലിൻ്റെയും ഭാഗം സെപ്പറേറ്റ് ആക്കണം. നമ്മൾ നേരത്തെ രണ്ടും റൈറ്റും ലെഫ്റ്റിലെയും കാലിൻ്റെ ഭാഗങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ മടക്കിയിട്ടാണ് ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇനി എന്ത് ചെയ്യണം, അതൊന്ന് നിവർത്തിയിടുക. അതായത് 2 കാലിൻ്റെയും ആ പീസ് 2 സൈഡിലേക്കും ഒന്ന് നിവർന്ന് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മടക്കുമ്പോൾ ആ 2 തുമ്പും ചേർന്നിരിക്കാൻ തന്നെ നോക്കുക കേട്ടോ. അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കയറി ഇറങ്ങി ഒന്നും ഇരിക്കരുത്. നമ്മൾ കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടാണ്. ഇനി കാലിൻ്റെ ഏറ്റവും താഴെ വണ്ണം മാർക്ക് ചെയ്യുക. ഞാനിവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററിലേക്ക് വരിക. സെൻറ്ററിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചിന് മേലേക്ക് പോകരുത്. 1/2 ഇഞ്ച് മതിയാവും കേട്ടോ. 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഓപ്പോസിറ്റ് സൈഡിലെ കാലിൻ്റെ താഴത്തെ വശത്തും ആ 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് എടുക്കണം എന്നില്ല, 1/2 ഇഞ്ച് തന്നെ എടുത്താൽ മതിയാവും. ഇനി 3/4 ഇഞ്ച് വരെ വന്നാലും കുഴപ്പമില്ല, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ലൂസാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ലെഗ് കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ താഴത്തെ വരച്ച അവിടെ നിന്ന് സെൻറ്ററിലേക്ക് വരച്ചു കൊടുക്കുക. 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുക. സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് താഴെ നമ്മൾ എത്രയാണോ അളവ് മാർക്ക് ചെയ്ത് ബോട്ടത്തിൽ ആംഗിളിൻ്റെ അവിടെ നിന്ന് സെൻറ്ററിലേക്ക് ആ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് തന്നെ വരച്ചു കൊടുക്കുക. വരയ്ക്കുമ്പം സ്കെയിൽ ഉപയോഗിച്ച്, അതും ലെഗ് കർവ് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് അതിലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ചോക്ക് മാർക്കിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ വരുമ്പോൾ ഒന്ന് നിവർത്തിയിട്ട് അതിനെ ഒന്ന് വളച്ചെടുക്കാതെ ആ ഒന്ന് പോയിൻറ്റഡ് ആയിട്ട് കുത്തി നിർത്തിയിട്ട് വേണം തയ്ക്കുവാനായിട്ട്. അപ്പം ഞാൻ 2 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇതേപോലെ ആ സൈഡിലൂടെയാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുകളിൽ എലാസ്റ്റിക് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എലാസ്റ്റിക് പിടിപ്പിക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ചാണ് മുകളിൽ മടക്കിയിരുന്നത്, അളവെടുത്തപ്പോഴത്തേക്ക് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ആ 2 ഇഞ്ച് കറക്റ്റ് എടുക്കുക. അപ്പോൾ 2 ഇഞ്ച് എടുക്കുന്നതിന് മുമ്പേ നമ്മളുടെ എലാസ്റ്റിക് എത്രയാണോ ആ എലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. ആദ്യം ഒരു 1/4 ഇഞ്ച് വെക്കുക, എന്നിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു പോയിൻ്റ് പുറത്തേക്ക് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി മൊത്തം ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് വാങ്ങേണ്ടത് ഈ ടൈപ്പ് പിന്നാണ്, മുട്ടിപ്പിന്നാണ്. മുട്ടിപ്പിന്ന് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നൊരു 2 ഇഞ്ച് ഒന്ന് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കുക. 2 ഇഞ്ച് ഓപ്പൺ ആക്കി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. കണ്ടോ, ഓപ്പൺ ആവേണ്ട വശമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഓപ്പൺ വരുന്ന ആ മാർക്ക് ചെയ്ത വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. അതിലൂടെയാണ് നമുക്ക് എലാസ്റ്റിക് കയറ്റേണ്ടത്. ഇനി കാലിൻ്റെ താഴത്തെ വശം അടിച്ചതുപോലെ തന്നെ നമ്മൾ മടക്കി ആ മടക്കിൻ്റെ മുകളിലൂടെ സൂചി നോക്കി, അതായത് ആ അരിവിലൂടെ തന്നെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട അതിലേക്കൂടെ എലാസ്റ്റിക് പിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. എലാസ്റ്റിക് ഒരു പോയിൻ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ടൈറ്റൊന്നും ആവാതെ നമുക്ക് ഈസി ആയിട്ട് ഏറ്റെടുക്കാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യണം, എലാസ്റ്റിക്കിൻ്റെ 2 തുമ്പിൻ്റെയും മുകളിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് നന്നായിട്ട് ഉറച്ച് ഇരിക്കും.
അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് അടച്ചു കൊടുക്കാം, അതായത് ഗ്യാപ്പിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള സിമ്പിളാണ്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എലാസ്റ്റിക് നല്ല ചെറിയ ചെറിയ ചുരുക്കുകൾ പോലെ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിക്കുന്നത് കാണിച്ചു തരാം. എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ അടിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ എലാസ്റ്റിക്കിൻ്റെ ചുരുക്കുകളെല്ലാം ഏകദേശം ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരു വശത്ത് ചുരുക്ക് കൂടിയിട്ട് ഒരു വശത്ത് ചുരുക്കുകളൊന്നും ഇല്ലാതിരിക്കരുത്. ഒരേപോലെ ഒന്ന് ചുരുക്കുകൾ വരുന്ന രീതിയിലൊന്ന് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ, ഞാനല്ല കേട്ടോ, എൻ്റെ ഷോപ്പിലെ സുലക്കുട്ടിയാണ് തയ്ക്കുന്നത്. ആ എലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചിട്ട് സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും കുത്തി നിർത്തിയിട്ട് വീണ്ടും എലാസ്റ്റിക് വലിച്ചു കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ രണ്ട് സൈഡിലൂടെയും സ്റ്റിച്ച് ചെയ്യാം. സെൻറ്ററിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല ചുരുക്കങ്ങളൊക്കെ കിട്ടി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ നൈറ്റ് പാൻറ്റ് ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു പാറ്റേണായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊന്ന് നിവർത്തിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.